തെരുവ് നായ്ക്കൾ നിങ്ങളെ കടിക്കാനായി ഓട്ടിക്കുന്നു, നിങ്ങളെ കടിക്കുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല. അതിനു വേണ്ട ആഹാരങ്ങൾ കിട്ടാതെ വിശന്നു വലഞ്ഞു നടക്കുമ്പോൾ അത് ദേഷ്യം വന്നിട്ട് നിങ്ങളെ കടിച്ചു പോകുന്നതാണ്. അല്ലാതെ മനഃപൂർവ്വം ഒരാളെയും ഒരു മൃഗങ്ങളും കടിക്കണം, വേദനിപ്പിക്കണം എന്ന് ആഗ്രഹിക്കാറില്ല. മനുഷ്യനെ പോലെയുള്ള അസൂയും കുരുട്ടും കുശുമ്പും ഒന്നും ഒരു മൃഗങ്ങൾക്കുമില്ല. അവരുടേതായ വിശപ്പിനും ദാഹത്തിനുമുള്ള ആഹാരങ്ങൾ തേടിയാണ് പോകുന്നത്. അത് സമയത്തിന് നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഒരു മൃഗങ്ങളും ഒരാളെയും ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് മൃഗങ്ങൾക്ക് വേണ്ട ഫുഡ് എത്തിക്കുക, അതിന് വേണ്ടത് കൊടുക്കുക എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ മൃഗങ്ങളെ ഏതിനെയും നശിപ്പിക്കരുത്. എല്ലാ മൃഗങ്ങളെ കൊണ്ടും അതിൻ്റെതായ ഉപകാരങ്ങളുണ്ട്. ഇവിടെയും അതേപോലെ ഒരു ഉപകാരം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഈ വീഡിയോടൊപ്പം കാണിക്കാൻ പോകുന്നത്. ഒരു കുട്ടിയെ രക്ഷിക്കുന്നത് ഇവിടെ ഒരു നായയാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കൂ. തെരുവ് നായ്ക്കളെ കൊല്ലണമെന്ന് പറയുന്ന നിങ്ങൾ തെരുവ് നായ ചെയ്യുന്ന ഉപകാരം കൂടി നിങ്ങൾ കണ്ടു നോക്കുക. ദേ കാണൂ ഈ വീഡിയോ. ഇവിടെ ഒരു ചാല് പോലെയുണ്ട്, അവിടെ മൂടിയും വെച്ചിട്ടുണ്ട്. അതെന്താണ് സംഭവം എന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായില്ല. അവിടെ കുഞ്ഞും നിൽക്കുന്നുണ്ട്. വേഗം ഒരു തെരുവ് നായ വന്ന് ആ കുഞ്ഞിനെ തട്ടിമാറ്റി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അവിടെ നിൽക്കുന്ന രണ്ടുപേര് ആ നായയെ കല്ലെടുത്തെറിയാൻ ആയിട്ട് കല്ല് തെറിയുന്നതിനിടയിലാണ് ആ ചാലിന്റെ അവിടെ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ വലിയൊരു അപകടത്തിൽ നിന്നും ആ കുഞ്ഞിനെ രക്ഷിക്കുവാനായിട്ടാണ് അവിടെ ആ നായ ഇടപെട്ടത്. നായ അവിടുന്ന് തട്ടി മാറ്റിയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് വലിയൊരു അപകടം തന്നെ സംഭവിക്കാം. അപ്പോൾ എല്ലാ മൃഗങ്ങൾക്കും എല്ലാവരോടും സ്നേഹമുണ്ട്. അവരുടെ ആഹാരം കിട്ടാത്തത് കൊണ്ടാണ് മറ്റുള്ളവരെ കടിക്കുന്നതും വേദനിപ്പിക്കുന്നതും എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കുക. അതുകൊണ്ട് ഒരു മൃഗങ്ങളെയും നിങ്ങൾ നശിപ്പിക്കാതെ അതിനു വേണ്ട നല്ല രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടെത്തി അതിനെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് വളർത്തിക്കൊണ്ടുപോകാനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഒരു മൃഗത്തിനെയും കൊല്ലരുത്. അവരെ കൊണ്ട് അവരുടേതായ പല ഉപകാരങ്ങളും നമ്മൾക്കുണ്ട്. അത് നമ്മൾ ഓരോരുത്തരും അറിയാതെ പോകുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ കൊല്ലണം, അല്ലെങ്കിൽ അതിനെ ഇവിടുന്ന് നാട് കടത്തണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത്. ദയവ് ചെയ്ത് എല്ലാ മൃഗങ്ങളും നമ്മുടെ നാട്ടുമ്പുറത്തുള്ളതെല്ലാം നമ്മൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ റിലേഷനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.